ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കട്ട് ഡേ ആണ്. ഇങ്ങനെ ഫൈനലി ഞാനും എൻ്റെ അമ്മയും കുറേ നാൾക്ക് ശേഷം ഒരു സാലൂണിൽ പോയി ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ചു. ഹെയർ മാത്രമല്ല, പിരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണം. അതൊക്കെ നല്ല കാട് പോലെ പിടിച്ച് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ ലേറ്റായി. അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്, അമ്മ അവിടെ നിന്ന് വഴക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ ഇതേ ഞങ്ങൾ ടൗണിലോട്ട് നേരെ പോവുകയാണ്. നമ്മൾ പോകുന്ന ഷോപ്പ് ടൗണിലാണ്. അപ്പോൾ ടൗണിൽ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേറ്റീവും കൂടാണ് അങ്കിള്. അപ്പോൾ അങ്കിൾ നടത്തുന്ന കടയിലോട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. വേറെ ഈ ഒരു ഷോപ്പും അല്ല, കൊളോണിയ, നമ്മുടെ ആലപ്പുഴയിൽ നല്ല ഫേമസ് ആണ് കട. അങ്ങനെ വന്നപ്പോൾ തന്നെ ആൻറ്റി ആദ്യം പറഞ്ഞു നമുക്കന്ന് ഹെയർ കട്ട് ചെയ്തിട്ട് ത്രെഡ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഹെയർ ഒക്കെ വാഷ് ചെയ്യുവാണ് നന്നായിട്ട്. ഞാൻ വീട്ടിൽ നിന്ന് കഴുകി നല്ല ഷാമ്പു ചെയ്തിട്ടാണ് വന്നത്. ഞാൻ എപ്പോഴും ഈ ട്രാവൽ ചെയ്യുന്നതും എറണാകുളം ടു ആലപ്പുഴ വരുന്ന കാരണം തന്നെ ഈ ഇവിടെയൊക്കെ റോഡ് പണി കാരണം എൻ്റെ ഹെയറൊക്കെ എപ്പോഴും നല്ല ഡേർട്ടിയാണ്. അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും ഒന്ന് 2 പ്രാവശ്യമൊക്കെ ഷാമ്പൂ ചെയ്ത് നല്ല വൃത്തിയാക്കാറുണ്ട് ഹെയർ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാരണം പ്രത്യേകം ഞാൻ നന്നായിട്ട് ഷാമ്പൂ ചെയ്തു. അങ്ങനെ വന്നിട്ടാണ് ചേച്ചി അവിടെ ഒരു കട്ട് ചെയ്യേണ്ട കാരണം അവർ ഷാമ്പൂ ഒക്കെ ചെയ്തു തന്നു. അങ്ങനെ എന്നെ കൊണ്ടിരുത്തി ചേച്ചി ഇനി അതൊക്കെ നല്ല ക്ലീനാക്കി നല്ല ഹെയറിലേക്ക് എന്തെങ്കിലും ജടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലതായിട്ട് തരും. അങ്കിള് നമ്മൾ വിളിച്ചപ്പോൾ അങ്കിള് ഓൾറെഡി ഏതോ ട്രിപ്പിന് പോയേക്കും. അപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന വേറെ ആരോ ആണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ ഫേസൊക്കെ അങ്ങ് ആസ്വദിക്കുകയാണ്. കൊള്ളാമല്ലോ, സുന്ദരിയാണല്ലോ നീ. അപ്പം ഞാൻ ഈ ഹെയർ ഇത്ര നാളും വെട്ടാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 1.5 ഇയേഴ്സോളം ഞാൻ എൻ്റെ ഹെയറിന് ടൈം കൊടുത്തു ഒന്ന് വളരാൻ. കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഹെയർ ഒന്നും വളരുന്നില്ല. ഇതെങ്ങനെ ഫൈനലി നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ഒരു ബംഗാളി ചേട്ടനാണ് ഇന്ന് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. ഞാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു എൻ്റെ ഹെയർ ഒരുപാട് കട്ട് ചെയ്ത് കളയണ്ട, കുറച്ചൊന്ന് ഇച്ചിരി സ്റ്റൈലാക്കി തന്നാൽ മതി. ഹെയർ ഒരുപാട് കട്ട് ചെയ്ത് കളയുന്നതിന് താല്പര്യമില്ല. എനിക്ക് നല്ല ഹെയറുള്ള ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മുടി വളരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അതിനൊരു വളർച്ചയില്ലാത്ത മുടിയാണ്. ഇത്ര നാൾ നോക്കിയിട്ടൊന്നും വളരാത്ത കാരണമാണ് ഞാൻ ഇപ്പോൾ ഒന്ന് വെട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ റെഫറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടനെ കാണിക്കാൻ. അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഹെയറൊക്കെ അതേപോലെ തന്നെയാണ് ചെയ്തു തന്നത്. കുറച്ച് വെട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടിലും പിന്നെ ബാക്ക് സൈഡിൽ ഒരു 2 ലെയേഴ്സ് മാത്രമായിട്ടാണ് വരുന്നത്. ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്പാക്കി ലെയേഴ്സാക്കി ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ചേച്ചി വന്നിട്ട് ഇനിയിപ്പോൾ ഹെയറൊക്കെ നല്ല സ്റ്റൈലാക്കി നല്ല ഭംഗിയാക്കി തരും. ചേച്ചി ഹീറ്റൊക്കെ ചെയ്ത് സ്റ്റൈലാക്കി ഇടുവാണ്. അപ്പോൾ എൻ്റെ ഹെയർ നല്ല ഡ്രൈ ആണ്, അതുകൊണ്ട് ഒരുപാട് സമയം എടുത്ത് നല്ല സ്റ്റൈൽ ചെയ്ത് വരാൻ. ചേച്ചി പ്രത്യേകം പറയും ചെയ്ത് ഇടയ്ക്ക് ഒന്ന് സ്പാ ചെയ്ത് കൊടുക്കണം, നല്ല ഡ്രൈ ആണ്, ഒരുപാട് ഹെയർസ് പൊട്ടി പോകുന്നുണ്ടെന്ന്. എന്ത് ചെയ്യാനും, ഞാനാണെങ്കിൽ എണ്ണ തേച്ച് നല്ല സെറ്റാക്കി നടക്കുന്ന മുടിയാണ്, അല്ലെങ്കിൽ ആ മുടി അങ്ങനെ ഇരിക്കത്ത പോലില്ല. ഇതിപ്പോൾ സ്റ്റൈൽ ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ വെള്ളോട്ട് വീണ്ടൊരു 2-3 കാറ്റൊക്കെ ഒന്ന് എൻ്റെ മുടിയിലോട്ട് അടിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറുമെന്ന്. അപ്പോൾ നോക്കി എന്ത് സുന്ദരിയല്ലേ, കൊള്ളാമല്ലേ. സ്വയം പൊക്കെയാണെന്ന് വിചാരിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഹെയറൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. കാണാൻ കൊള്ളാമല്ലോ, കുറേ നാൾക്ക് ശേഷമല്ലേ ഹെയർ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫൈനലി എൻ്റെ ഹെയറൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഹെയർ ചെയ്തിട്ടത്. കാണാനും നല്ല രസമുണ്ട്. അങ്ങനെ അതേ ഹെയറൊക്കെ നോക്കൂ ഗൈസ്, നല്ല ഭംഗിയുണ്ടല്ലേ. അമ്മ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ക്യാമറയിലോട്ട് വരാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ അമ്മേനെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ അതേ ഹെയറൊക്കെ നല്ല സെറ്റാക്കി പിരികൊക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹെയറിൻ്റെ ആ ഭംഗിയെല്ലാം അങ്ങ് പോയി കേട്ടോ. ഞാൻ കരഞ്ഞെൻ്റെ മേക്കപ്പ് എല്ലാം പോയി. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.